ഇനി ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് ഗ്ലാസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സോഡ ലൈം ഗ്ലാസ്. സോഡ ലൈം ഗ്ലാസ് സോഫ്റ്റ് ഗ്ലാസ് എന്നാണ് അറിയപ്പെടുന്നത്. അതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. Na2O CaO 6SiO2. നേരത്തെ ജനറൽ ഒരു ഫോർമുല പറഞ്ഞു, അതിൻ്റെ ബേസിലാണ് Na2O CaO 6SiO2. 6SiO2 കോമൺ ആയിട്ട് വരും. Na എന്ന് പറയുന്നത് ആൽക്കലി മെറ്റൽ, Ca എന്ന് പറയുന്നത് ബൈവാലൻ്റ് ആറ്റം. അങ്ങനെയാണ് Na2O CaO 6SiO2 ആയത്. അതാണ് സോഡ ലൈം ഗ്ലാസ്. ഈ സോഡ ലൈം ഗ്ലാസിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ലോ കോസ്റ്റ്, വാട്ടർ റെസിസ്റ്റൻറ്റ്, ഇറ്റ് ഗെറ്റ്സ് അറ്റാക്ക്ഡ് ബൈ കോമൺ റിയേജൻറ്റ് ലൈക്സ് ആസിഡ്. ഇപ്പോൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ്? ലോ കോസ്റ്റ്, വാട്ടർ റെസിസ്റ്റൻറ്റ് ആൻഡ് അറ്റാക്ക്ഡ് ബൈ കോമൺ റിയേജൻറ്റ് ലൈക്സ് ആസിഡ്. സോഫ്റ്റ് ഗ്ലാസ് ആയതുകൊണ്ട് ഇത് യൂസ് ചെയ്യുന്നത് വിൻഡോ ഗ്ലാസുകളിൽ ഉപയോഗിക്കുന്നു. ഇലക്ട്രിക് ബൾബ്, പ്ലേറ്റ്സ്, ഗ്ലാസസ് ആൻഡ് ബോട്ടിൽസ്. വിൻഡോ ഗ്ലാസ്, ഇലക്ട്രിക് ബൾബ്, പ്ലേറ്റ്സ്, ഗ്ലാസ് ആൻഡ് ബൾബ്സ്. ഇനി സെക്കൻഡ് വൺ ഈസ് സേഫ്റ്റി ഗ്ലാസ്. സേഫ്റ്റി ഗ്ലാസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, സേഫ്റ്റി ഗ്ലാസ്സിൽ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ് വിനൈൽ പ്ലാസ്റ്റിക് ലെയർ. വിനൈൽ പ്ലാസ്റ്റിക് ലെയർ എന്ന് പറയുന്ന ഒരു മെറ്റീരിയലായിരിക്കും സേഫ്റ്റി ഗ്ലാസ്സിൽ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഓട്ടോമൊബൈൽ ആൻഡ് എയറോപ്ലെയിൻ ഇൻഡസ്ട്രി. ദെൻ ഫോട്ടോ സെൻസിറ്റീവ് ഗ്ലാസ്. ഫോട്ടോ സെൻസിറ്റീവ് ഗ്ലാസ്, ഫോട്ടോ സ്ട്രക്ചറബിൾ ഗ്ലാസ് ഓർ ഫോട്ടോ മെഷീനബിൾ ഗ്ലാസ് എന്നറിയപ്പെടുന്നു. ലിഥിയം സിലിക്കേറ്റ് ഗ്ലാസ് ഫോട്ടോ സെൻസിറ്റീവ് ഗ്ലാസ് ആണ്. ഇനി ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഹോളോഗ്രഫി, ഫോട്ടോലിത്തോഗ്രഫി ആൻഡ് ഫോട്ടോഗ്രഫി.